Dear children, in our expelled air, there we can see water vapor and carbon dioxide. To see whether carbon dioxide is present or not, we have to do a small experiment. For that, we need a test tube, on straw, and lime water, that is calcium hydroxide. We have to pour this lime water into a test tube. Then, with the straw, we have blow air from our mouth to the test tube. After some time, we can see the lime water turns into milky by forming calcium carbonate. Thus, we can prove that our expelled air contains carbon dioxide because this combines with the calcium hydroxide to form calcium carbonate, which is milky in color. This has probably happened to you. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചുമ നമുക്ക് വരാറുണ്ട്. നമ്മൾ നാട്ടുഭാഷയിൽ മണ്ടയിൽ കയറി എന്നൊക്കെ പറയുന്നതാണ്. അതെന്താണ്? 2 ട്യൂബുണ്ട് നമ്മുടെ കഴുത്തിനകത്ത്, അതായത് വായിൽ നിന്ന് തുടങ്ങുന്നത്. ഒന്ന് ഈസ് ട്രക്കിയ ആൻഡ് അതർ ഈസ് ഈസോഫാഗസ്. ഇതിൽ ഈസോഫാഗസിലോട്ട് ഫുഡ് പോകണം, ട്രക്കിയെ കൂടെ എന്ത് പോകണം? എയറും പോകണം. ഇത് അല്ലാതെ മാറുമ്പോഴാണ് നമുക്ക് ഈ ചുമ എന്ന ഒരു സിംറ്റംസ് കാണിക്കുന്നത്. ഇവിടെ എപ്പിഗ്ലോട്ടിസം ഒരു വാൽവ് പോലുണ്ട്. ഈ വാൽവിൽ നിന്നാണ് ഒന്ന് വായു ട്രക്കയിലേക്കും ഫുഡ് ഈസോഫാഗസിലേക്കും പോവേണ്ടത്. അത് അടയോ തുറയോ എന്തെങ്കിലും പറ്റുമ്പോഴത്തേക്കാണ് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ട്രക്കയിൽ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കഫ് ഉണ്ടാകുന്നത്. ആ കഫ് എന്ത് കാണിച്ചിരുന്നു? സംതിങ് ഈസ് റോങ്. ട്രക്കയിൽ ആഹാര വസ്തുക്കൾ കുടുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ബാക്ക് സൈഡിൽ നിന്ന് ഒരു കൈ റിബിന് താഴെ വയ്ക്കണം. അതിനുശേഷം മറ്റേ കൈ അതിന് മുകളിൽ വച്ചിട്ട് ക്വിക്കായിട്ട് പ്രസ് ചെയ്താൽ മതി. ആ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. കൊച്ചുകുട്ടി ആണെങ്കിൽ ഒന്നിൽ മടിയിൽ കിടത്തുക, തല താഴോട്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കയ്യിൽ വച്ചിൻ്റെ 2 ഷോൾഡർ ബോണിനിടയിൽ ശക്തിയായിട്ട് തട്ടിയാൽ മതി. ഈ ബ്ലോക്ക് മാറാവുന്നതാണ്. Now we will see the diversity in respiration. Different organisms have different method of respiration. First we will see unicellular organism, that is amoeba. How do these amoeba respire? The whole body of amoeba is a single cell. This is a unicellular organisms. So the gaseous exchange takes place through diffusion. അതായത് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായി, അതേസമയം സൈറ്റോപ്ലാസത്തിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്രം ദ വാട്ടർ ഓക്സിജൻ ഓർ ദ ഗ്യാസസ് ഡിഫ്യൂസസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ ബോഡി ഓഫ് അമീബ. അങ്ങനെയാണ് അമീബയിൽ എന്ത് നടക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് സൈറ്റോപ്ലാസത്തിൽ കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ത്രൂ ദ സെൽ മെംബ്രെയിൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് പോകുന്നു. തിരിച്ച് ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്കും അമീബയുടെ സൈറ്റോപ്ലാസം പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് റെസ്പിറേഷൻ ഇൻ അമീബ. എർത്ത്വർംസ് ഡസൻറ്റ് ഹാവ് എനി ലങ്സ്. ദേ റെസ്പയർ ത്രൂ ദെയർ മോയിസ്റ്റ് സ്കിൻ. എപ്പോഴും ജലാംശമുള്ള സ്കിന്നുണ്ട് എർത്ത്വർമിന്. അതുപയോഗിച്ചാണ് അവ എന്ത് ചെയ്യുന്നത്? റെസ്പയർ ചെയ്യുന്നത്. ഓക്സിജൻ അങ്ങോട്ട് ഈ സ്കിൻ വഴി തൊട്ടടുത്തുള്ള ബ്ലഡ് വെസലിലേക്ക് കയറുകയും ബ്ലഡ് വെസൽ കൂടി ഇത് മൊത്തം എന്ത് ചെയ്യുന്നു? സർക്കുലേറ്റ് ചെയ്തിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ മോയിസ്റ്റ് സ്കിൻ വഴി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് എർത്ത്വർമിൽ റെസ്പിറേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു സീ ദ റെസ്പിറേഷൻ ഇൻ ഇൻസെക്ട്സ്. പ്രാണികളിൽ എങ്ങനെയാണ് ഈ റെസ്പിറേഷൻ നടക്കുന്നത്? അതായത് കോക്രോച്ച്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ തുടങ്ങിയ എങ്ങനെയാണ് ഇത് നടക്കുന്നത് നോക്കാം. റോസ് ഓഫ് സ്മോൾ ഓപ്പണിങ്സ് ക്യാൻ ബി സീൻ ഓൺ സൈഡ് ഓഫ് ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൻ്റെ ബോഡിയിൽ 2 വശത്ത് നോക്കിയാൽ നമുക്ക് അവിടെ എന്ത് കഴിയാം? ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണാം. ഈ ഹോൾസുമായി ട്യൂബ്സ്, നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു ഫ്രം ദ ആൾ ഔട്ട് ദ ബോഡി ഓഫ് ദ ഇൻസെക്ട്സ്. ഇങ്ങനെയാണ് ഇൻസെക്ട്സിൽ ആണ് റെസ്പിറേഷൻ നടക്കുന്നത് ത്രൂ സ്മോൾ ഓപ്പണിങ്സ് ഫൗണ്ട് ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദെയർ ബോഡി. നെക്സ്റ്റ് വി വിൽ സീ ദ റെസ്പിറേഷൻ ഇൻ ഫിഷസ്. ഫ്രം വെയർ ദീസ് ഫിഷസ് ഗെറ്റ് ഓക്സിജൻ. ദ ഓക്സിജൻ വിച്ച് ഈസ് already dissolved in water is taken by the blood of the fishes. For that there are some special structures for them. They are known as gills.
അപ്പം ഫിഷസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഗിൽസാണ്. വായ വഴി എന്ത് ചെയ്യുന്നു? ദിസ് ഫിഷസ് ടേക്ക് ത്രൂ ദിയർ മൗത്ത്. ഫ്രം ദിസ് മൗത്ത് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ദ അതർ ചേംബർ, ദാറ്റ് ഈസ് ഗിൽ ചേംബർ. ഇതിന് പറയുള്ളതാണ്, അവിടെയാണ് ഗിൽസ് ഉള്ളത്. ഗിൽ ആർ റിച്ച് വിത്ത് ബ്ലഡ് കാപ്പിലറീസ്, രക്തലോമികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഗിൽസ്. ഇപ്പോൾ ധാരാളം രക്തലോമികളുണ്ട്, ഇപ്പോൾ രക്തം ധാരാളമായി ഒഴുകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? മൗത്ത് കൂടെ കയറി വരുന്ന വെള്ളത്തിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ ഗിൽ ചേംബറിലെ ഗിൽസിലുള്ള കാപ്പിലറീസിലുള്ള ബ്ലഡ് ഉണ്ട്, ആ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും ആ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗില്ലിൽ കൊടുത്തിട്ട് അതുവഴി വെള്ളത്തിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫിഷസിൽ റെസ്പിറേഷൻ നടക്കുന്നത്. ബട്ട് ഇൻ സം അതർ ഫിഷസ് അവർക്ക് നമ്മളെപ്പോലെ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജനെയും ദേ ക്യാൻ റിസീവ്. അതുകൊണ്ടാണ് എല്ലാ മീനുകളിലും ചെറിയ മീനുകളിൽ കരയിൽ പിടിച്ചിട്ടാലും കുറച്ച് നേരം കൂടെയൊക്കെ ജീവിക്കുന്നത്. മൂഷി എന്ന് പറയുന്നത്, ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നു, അതിന് സ്നേക്കഡ് ഫിഷ് അല്ലെങ്കിൽ വരാൽ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ദേ ഹാവ് ഈ ഗിൽസ് വഴി അല്ലാതെയും ഡയറക്റ്റായിട്ടും അവർക്ക് ദേ ക്യാൻ ടേക്ക് ഓക്സിജൻ ഫ്രം ദ എയർ. നെക്സ്റ്റ് വി വിൽ സീ ഹൗ ദ ആംബിബിയൻസ് റെസ്പയർ. ആംബിബിയൻസ് എന്നാണ് ഉഭയജീവികൾ. അവയുടെ ജീവചക്രത്തിലെ ഏതെങ്കിലും ഒരു സമയം കരയും അവർക്ക് ആവശ്യമാണ്, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് നമ്മൾ ആംബിബിയൻസ് ഓർ എന്ത് പറയുന്നത്? ഉഭയജീവികൾ എന്ന് പറയുന്നത്. ദാറ്റ് എക്സാമ്പിൾ ഈസ് ഫ്രോഗ്. ഫ്രോഗ് നിങ്ങൾ കാണാം, ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് വെള്ളത്തിലല്ലെങ്കിൽ ആ വായുടെ അടിഭാഗം താഴുകയും പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ എന്താണ്? വായ്ക്കകത്തൂടെ അവയ്ക്ക് എന്താണ്? ദേ ക്യാൻ ടേക്ക് എയർ ഇൻസൈഡ്. ലങ്സ് ഉണ്ട്, ലങ്സ് വഴി അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ റെസ്പയർ. ദ സെയിം ടൈം ദേ ഹാവ് അതർ അഡാപ്റ്റേഷൻ. വേറൊരു മെത്തേഡ് വഴിയും ചെയ്യാം. ത്രൂ ദ സ്കിൻ വഴിയും, വെറ്റ് സ്കിൻ വഴിയും ദേ ക്യാൻ അബ്സോർബ് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. ദാറ്റ് ഈസ് ദീസ് ഫ്രോഗ്സ് ക്യാൻ റെസ്പയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ വെൻ ദേ ആർ ഇൻ വാട്ടർ. രണ്ട് രീതിയിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരയിലായാലും വെള്ളത്തിലായാലും ദേ ക്യാൻ റെസ്പയർ. കരയിലാണെങ്കിലോ അവ എങ്ങനെയെന്നു? ത്രൂ ദ ലങ്സ്. അതേസമയം ഇൻ ദ വാട്ടർ ആണെങ്കിലോ ത്രൂ ദ വെറ്റ് സ്കിൻ.